ഒരേ ശക്തി, ഒരേ സിദ്ധി, ഒരേ മഹാപ്രകാശമേ, ഉലകൊക്കെ വിളങ്ങുന്ന പരമസത്യം, നിത്യ ഹരിത സത്യം. ധരയിലും നഭസിലും ജനത തൻ മനസ്സിലും മുഖരമാകുന്ന പ്രേമ പ്രണവമന്ത്രം, വിശ്വ പ്രണയമന്ത്രം. അണുവിലും അണുവായി, മഹത്തിലും മഹത്തായി, ചിദാനന്ദ മകരന്ദ മധുരമായി, അറിവായി നിറവായി നിറകതിരായി, നിത്യം ചരാചര പ്രപഞ്ചത്തിൻ പൊരുളായി നീ, എന്നും തണലായി നീ. നാമരൂപരഹിതമാം പ്രഭാവമേ, നിന്നെ വേറും നാമരൂപങ്ങളിൽ കാണും മനുഷ്യർ ഞങ്ങൾ. ക്രിസ്തുവായും കൃഷ്ണനായും നബിയായും പല പേരിൽ അതിരില്ല ശക്തിയെ അളന്നു ഞങ്ങൾ, അളന്നു ഞങ്ങൾ. അറിവില്ലാത്തവർ ഞങ്ങൾ നിൻ കൃപാസാഗരത്തിലെ ചെറുതോണിയിറക്കുവാൻ അനുവദിക്കൂ, എന്നും മറുകര കടക്കുവാൻ അനുഗ്രഹിക്കൂ. അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്നും ഉദിക്കുന്ന അതിരുകൾ മനുഷ്യനെ പരസ്പരം അകറ്റുവാനുള്ള ശ്രമങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇന്ന് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മാനവമൈത്രി സംഗമം ഇവിടെ ഉജ്ജ്വലമായി സംഘടിപ്പിക്കുകയാണ്. ഈ ഇടത്തിന്, ഈ മണ്ണിന്, ഈ കാലത്തിന് മിഴിവേകുന്ന തരത്തിലുള്ള മഹനീയ സാന്നിധ്യം ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനം നിറയുകയാണ് ഈ അവസരത്തിൽ. ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ പ്രാർത്ഥന ഇവിടെ സന്നിഹിതയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ ഓമനക്കുട്ടി ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ പഠിപ്പിച്ചതല്ല, ടീച്ചർ ഒരു 25 വർഷങ്ങൾക്ക് മുൻപാണ് എന്നെ ഈ പാട്ട് പഠിപ്പിച്ചിരുന്നത്. അത് ഇന്നും അത്രയധികം പ്രസക്തമാണ്, കാലാതീതമായിട്ടുള്ള സന്ദേശമാണ് അതിലൂടെ നൽകുന്നത് എന്നുള്ളതിനാൽ അതിനേക്കാളും ഉചിതമായിട്ടുള്ള ഒരു സ്വാഗതഗീതമുണ്ട് എന്നെനിക്ക് തോന്നിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും മതനിരപേക്ഷത തന്നെയാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമൂഹമായി കേരളം അന്നും ഇന്നും വിളങ്ങുകയാണ്. നമ്മുടെ ഉത്സവങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, വിവേചനമില്ല. നമ്മളെല്ലാവരും ഒത്തുചേർന്നാണ് സുഖദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത്. കേരളത്തിൻ്റെ സാംസ്കാരിക ഇടനാഴികളിലൂടെ കടന്നു ചെന്നിട്ടുള്ള ഓരോ വ്യക്തിയും വിശാലമായ മാനവികതയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത് എന്ന്
നമുക്കെല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അത്രയും സമഗ്രമായ ചിന്തോദ്ദീപകമായിട്ടുള്ള പൈതൃകത്തിനും പാരമ്പര്യത്തിനും മതചിന്തകൾക്കും ആധ്യാത്മിക ചിന്തകൾക്കുമൊക്കെ ഉറവിടമായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് വികസനത്തിൻ്റെ പാതയിൽ കുതിച്ചുയരുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വികസനം എന്നുള്ളത് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളുടെ വികസനം മാത്രമല്ല, ഓരോ പൗരൻ്റെയും മനസ്സിൻ്റെ വികാസം കൂടിയാണ് എന്ന തിരിച്ചറിവിലാണ് ഇന്ന് നാം മാനവ മൈത്രി സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വിഭിന്നതകൾക്കും അതീതമായി ആത്മീയ ശക്തിയെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായി, നമ്മെ കൈപിടിച്ച് നടത്തുന്ന വഴികാട്ടിയായി, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഒരു വലിയ ബലമായി, ഒരു വടവൃക്ഷമായി, നമുക്ക് ഓരോരുത്തർക്കും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വഴിയായി, ഒരു പാതയായി നാം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ആത്മീയ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണം. ഇന്ന് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ അറിവ് നമ്മുടെയൊക്കെ ചുറ്റും വളരെയധികം പുഷ്കലമായി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതെത്രമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ആ അറിവ് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ കടന്നു ചെന്ന് അത് വിവേകപൂർവം നമുക്ക് മനുഷ്യ നന്മയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കുന്നുവോ അന്നാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ആത്മീയ ജീവികളായി മാറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാതയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും, എല്ലാ വിശ്വാസികൾക്കും ഇന്ന് മാനവ മൈത്രി സംഗമത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം അരുളുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സവിശേഷ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരുടെയുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഹൃദയപൂർവ്വം സ്നേഹത്തിൻ്റെ, കരുണയുടെ ഭാഷയിൽ സവിനയം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഒരു വിത്തിൽ നിന്നും ഉദിച്ചുയരുന്ന വടവൃക്ഷം പോലെ ഒരു ചിന്തയിൽ നിന്നും വികസിപ്പിച്ചെടുക്കുന്ന ഒരു വലിയ ഘടനയാണ് ഒരു പക്ഷേ ഓരോ മതവും നമുക്ക് അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ വടവൃക്ഷം എന്നുള്ളത്. ആ ചിന്തകൾ എത്രമാത്രം നിർമ്മലമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കിടപിടിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരെടുത്തുകാട്ടായി ഇന്നത്തെ മാനവ മൈത്രി സംഗമം മാറും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല.